എന്താണ് സ്റ്റേജ് ട്യൂണിങ്? അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതിന് എത്ര കാറ്റഗറീസ് ആണ് ഉള്ളത്? ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സ്റ്റേജ് ട്യൂണിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിനകത്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്നു. നിങ്ങൾക്ക് നോർമലായിട്ട് ഡ്രൈവിൽ നിന്ന് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പവറും ടോർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ട്യൂൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് നിങ്ങളുടെ വാഹനം വേണ്ടതെങ്കിൽ അതിനും സ്റ്റേജ് ട്യൂൺ ചെയ്യാം. ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനെ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് മോഡിഫൈ ചെയ്യുന്നു. ഇതാണ് സ്റ്റേജ് ട്യൂണിങ്. സ്റ്റേജ് ട്യൂണിങ്ങിന് 3 കാറ്റഗറീസ് ആയിട്ടാണ് പൊതുവെ തിരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാറ്റഗറൈസേഷനോ ഒന്നുമല്ല. ചേഞ്ച് ചെയ്യുന്ന പാർട്സുകളും അതുപോലെ തന്നെ അതിൻ്റെ യൂസും അനുസരിച്ചാണ് 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. സ്റ്റേജ് 1 ക്ലാസിഫിക്കേഷൻ. സ്റ്റേജ് 1 ട്യൂണിങ് എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിനകത്ത് വലിയ അപ്ഡേറ്റുകളൊന്നും വരുത്തുന്നില്ല. വാഹനത്തിനകത്തുള്ള ECUവിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് വാഹനത്തിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പവറും അതുപോലെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നു. പൊതുവെ എല്ലാ ദിവസവും വാഹനം യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ പെർഫോമൻസ് വേണമെങ്കിലാണ് സ്റ്റേജ് 1 ട്യൂണിങ് നടത്തുന്നത്. അടുത്തതാണ് സ്റ്റേജ് 2 ട്യൂണിങ്. ഈ ഒരു ട്യൂണിങ് സ്റ്റേജിൽ ചെറിയ രീതിയിൽ ഹാർഡ്വെയർ പാർട്സിനും അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ പാർട്സിനും ചേഞ്ചസ് ആണ് വരുത്തുന്നത്. പൊതുവെ എക്സോസ്റ്റ്, ഇൻടേക്ക് ഇങ്ങനത്തെ ഭാഗങ്ങളിലാണ് സ്റ്റേജ് 2 ട്യൂണിങ് ചെയ്യുന്നത്. മാറ്റിവെക്കുന്ന പാർട്സിനനുസരിച്ചായിരിക്കും നമ്മൾ ECUവിനെ ട്യൂൺ ചെയ്യുന്നത്. സ്റ്റേജ് 2 ട്യൂണിങ് വെച്ച് പെർഫോമൻസ് ഒരു പരിധി വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, വാഹനത്തിനകത്ത് വലിയ ചേഞ്ചസ് വരുത്താതെ. അടുത്തതാണ് സ്റ്റേജ് 3 ഓർ എബോവ് ട്യൂണിങ്. വാഹനത്തിനെ പൂർണ്ണമായും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറ്റഗറിയിലേക്ക് മാറ്റുക. വാഹനത്തിൻ്റെ മിക്ക എൻജിൻ പാർട്സും പെർഫോമൻസ് ഓറിയൻറ്റഡ് രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതിനനുസരിച്ച് ചിലപ്പോൾ ECU മൊത്തമായിട്ടും അല്ലെങ്കിൽ ECUവിനകത്ത് കുറേ അധികം ചേഞ്ചസും വരുത്തുന്നുണ്ട്. വാഹനത്തിൻ്റെ പെർഫോമൻസിൻ്റെ മാക്സിമം കിട്ടുവാൻ വേണ്ടിയാണ് സ്റ്റേജ് 3 അല്ലെങ്കിൽ എബോവ് ട്യൂണിങ് ചെയ്യുന്നത്. സ്റ്റേജ് 3 അല്ലെങ്കിൽ എബോവ് ട്യൂൺ ചെയ്യുന്ന വാഹനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രൊഫഷണൽ മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ വാഹനത്തിന് കുറേ അധികം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്.